ക്രിസ്തുമസ് ആശംസകൾ വിജയം മിനിസ്ട്രിയുടെയും ജീസസ് ലിവിങ് വാട്ടറിൻ്റെയും നാമത്തിലും അതുപോലെ തന്നെ എൻ്റെ വചനം ദിനം പ്രതി കേൾക്കുന്നവർക്കും ഓരോ കുടുംബത്തിലേക്കും ദൈവനാമത്തിൽ ക്രിസ്തുമസിൻ്റെ അനുഗ്രഹങ്ങളും ആശംസകളും അയക്കുകയാണ്. ദൈവം മനുഷ്യനെ അങ്ങേയറ്റം സ്നേഹിച്ചു. ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പം മനുഷ്യന് 3 ഘടകമുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. 3 ഘടകം. അതുപോലെ തന്നെ ദൈവത്തിന് ഫാദർ ഗോഡ്, പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവ്, 3 തൃത്വം ഒന്ന്. ഇതേ ഈ 3 ഘടകം നമ്മളിലുള്ള ആത്മാവ് ദൈവത്തിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ആ ആത്മാവും ദൈവവുമായിട്ടാണ് എപ്പോഴും ബന്ധമുണ്ടാകുന്നത്. എന്നാൽ ഏദൻ തോട്ടത്തിൽ ദൈവം തൻ്റെ രൂപത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിച്ച് എന്നേക്കുമായിട്ട് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുവാൻ ആഗ്രഹിച്ചതാണ്. പക്ഷെ ദൈവം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നതിനാൽ മനുഷ്യനൊരു സ്വാതന്ത്ര്യം കൊടുത്തു. 2 ചോയ്സ്: ഒന്ന്, ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചാൽ എന്നും എൻ്റെ കൂടെ ജീവിക്കാം. 2, നന്മതിന്മയുടെ ഫലം കഴിക്കുന്ന വൃക്ഷമുണ്ട്, അതിൽ നിന്ന് കഴിക്കുമ്പോൾ നീ മരിച്ചു പോകും. വ്യക്തമായിട്ടും ഉപദേശം കൊടുത്തു. പക്ഷേ ദുഷ്ടപിശാച് ഹൗവായിൽ കടന്നു വന്ന് പല പ്രചോദനം കൊടുത്ത് അവസാനം ഹൗവ ദൈവത്തെ പോലെ ആകണം, ദൈവമാണ് അപ്പനെന്ന് മറന്നിട്ട്, ഇതാണ് നമുക്ക് മറവി വരുന്നു, മറന്നിട്ട് ദൈവത്തെ പോലെ ആകാൻ വേണ്ടി നന്മതിന്മയുടെ ഫലം കഴിക്കുകയും അത് തന്നെ കൊണ്ട് ഭർത്താവിന് അല്ലെങ്കിൽ ആദത്തിന് കൊടുക്കുകയും ചെയ്തു. ആദത്തിന് അറിയാമായിരുന്നു ഇത് തെറ്റാണെന്ന്. അത് കഴിച്ചതോടെ 2 പേരുടെയും ആത്മാവ് മരിച്ചു, ജഡം കുറേ നാളൂടെ ജീവിച്ചു. വൈകിട്ട് പിതാവാം ദൈവം കടന്നു വന്നപ്പോൾ ആദം എന്ന് നിലവിളിക്കുന്ന ഒരു ഭാഗമാണ് ആദ്യത്തെ വേദപുസ്തകത്തിലെ കരച്ചിൽ. അതായത് നമ്മൾ സൃഷ്ടിച്ച മക്കൾ നമ്മളെ മാറിപ്പോവുകയാണ്. അതുതന്നെയാണ് എല്ലാ കുടുംബങ്ങളിലും ഈ സമയത്ത് കാണുന്നത്. മക്കൾ അപ്പനമ്മയെ മാറി സ്വന്തം ഇഷ്ടത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ ബന്ധങ്ങൾ, സ്നേഹങ്ങളില്ലാതാകുകയാണ്. അങ്ങനെ മാറിപ്പോയതോടുകൂടി ദൈവം ചോദിക്കുന്നു, നിന്നോട് ആര് പറഞ്ഞു നീ നഗ്നനാണെന്ന്? അപ്പോൾ ആദം പറയുന്നുണ്ട്, ആദത്തിന് മനസ്സിലായി, ദൈവത്തിന് മനസ്സിലായി തെറ്റ് ചെയ്തു എന്ന്. പക്ഷേ ദൈവം പരദീസ എന്ന് പറഞ്ഞ് വിട്ടു എങ്കിലും അവിടെ ഒരു പ്രൊവിഷൻ, ഒരു നീക്കുപോക്ക് കൊടുത്തിട്ടാണ് പറയുന്നത്. ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും, അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഉൽപ്പത്തി 3:15 ദൈവം പറയാണ്, സ്ത്രീയോട് പറയും, നിൻ്റെ സന്തതി വന്ന് ദുഷ്ടൻ്റെ അല്ലെ പിശാചിൻ്റെ തല തകർക്കുമെന്ന് അന്ന് പറഞ്ഞു കൊടുത്തു. അന്ന് തൊട്ട് ആദം വിചാരിച്ചു ഇനി ഉണ്ടാകാൻ പോകുന്ന മക്കളായിരിക്കണം ഉടനടി ഉണ്ടാകുന്നത്. ഓരോ മക്കളുണ്ടാകുമ്പോഴും ഓരോ തലമുറ കഴിയുമ്പോഴും ആദം വിചാരിച്ചു ഈ മകനായിരിക്കും എന്നെ രക്ഷിക്കുന്നത്, എനിക്ക് ആത്മാവ് തിരിച്ചു കിട്ടാൻ വേണ്ടി. നടന്നില്ല. എന്നാൽ കാലത്തികവിൽ ദൈവം തമ്പുരാൻ തൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കാൻ തീരുമാനിച്ച് മറിയ എന്ന കന്യകയിൽ ഗർഭം ധരിച്ച് മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതാരം വന്നതാണ് ദൈവത്തിൻ്റെ പിറവി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത്. അതാണ് ക്രിസ്തുമസ്. നമുക്ക് നിത്യജീവൻ നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ ദൈവം കാലാകാലങ്ങൾക്ക് മുൻപേ തീരുമാനിച്ചെടുത്തത് ഇന്ന് നടക്കുകയാണ്. അത് ഓർക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളുള്ള ഭവനങ്ങളിൽ അത് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. കാരണം അവരുടെ മെമ്മറി, അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ അതൊരിക്കലും മറക്കത്തില്ല. ക്രിസ്തുമസ് പ്രായം ചെന്നവരെക്കാട്ടി കൂടുതൽ ആവശ്യം കൊച്ചുമക്കൾക്കാണ്. ഞാൻ ഇന്നലെ ഒരു പള്ളിയിൽ പോയി, അവിടെ ഞാൻ കണ്ട ഒരു ക്രിസ്മസ് ആചരിച്ചപ്പം ഒരു കൊച്ചു മാതാവിൻ്റെയും യേശുവിൻ്റെയും ജോസഫിൻ്റെയും ഒക്കെ വേഷം കെട്ടി, അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ ആടുകളായിട്ട് തലയിലൊക്കെ പഞ്ഞിയൊക്കെ വെച്ച് ആടുകളെ ചെവിയൊക്കെ വെച്ചുകൊണ്ട് വന്ന സ്റ്റേജിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ കുഞ്ഞുങ്ങളതൊരിക്കലും മറക്കുകയില്ല. ദൈവം ഭൂമിയിൽ വന്നത് നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ 3:16 പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ ലഭിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പം ഈ ഹോൾ എർത്ത്, ഈ ഭൂമി മുഴുവനും ദൈവത്തിൻ്റെതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ വലുതായിട്ടല്ല ദൈവം കാണുന്നത്. ഒരു ചെറിയൊരു
ഒരു ഗോളമാണ്. ഇതിനകത്ത് നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് ദൈവരാജ്യം ഭൂമിയിൽ സൃഷ്ടിക്കാൻ കൂടിയാണ്. അപ്പം ദൈവത്തിൽ നിന്നും പരദീസയിൽ നിന്നും അകന്നുപോയ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്നത് ഒരു കുഞ്ഞാടായിട്ടാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ജനിച്ച സമയത്ത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, യഹൂദിയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ്റെ പട്ടണത്തിൽ അവർ ചെന്നു. അതായത് മാതാവും ജോസഫും. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴി അമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തി എന്ന് പറയുമ്പം പഴയ നിയമത്തിൽ ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയോ പശുക്കിടാവിനെയോ 1 വയസ്സിന് ചെറുപ്പമായതിനെ ഊനമില്ലാത്തതിനെ മാത്രമേ യാഗമായിട്ട് കൊടുക്കുകയുള്ളൂ. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അതിനാൽ ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ കൊടുക്കാൻ തക്കവണ്ണം അവർ സൂക്ഷിക്കും. ശീലകൾ ചുറ്റി ഒരു പോറലും വരുത്താതെ സൂക്ഷിക്കും 1 വയസ്സ് വരെ. അങ്ങനെ തന്നെ അതേ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ യേശു ക്രിസ്തു പശുത്തൊട്ടിയിൽ കൊണ്ട് കടത്തുമ്പോൾ ശീലകൾ ചുറ്റി അതൊരടയാളമായിട്ടാണ് ദൈവം കാണിക്കുന്നത്. ഒന്നും ചെറുതായിട്ട് സംഭവിക്കുന്നില്ല. ശിലകൾ ചുറ്റി യാഗവസ്തുവായിട്ട് അല്ല യാഗ ആട്ടിൻകുട്ടിയായിട്ട് വന്ന യേശു ക്രിസ്തു ഉൾത്തൊട്ടിയിൽ തന്നെ കിടക്കുന്ന പ്രതീകം അതിൻ്റേതാണ്. അതൊന്നും നമുക്ക് മറക്കാനൊക്കത്തില്ല. അങ്ങനെ യാഗവസ്തുവായിട്ട് നമ്മൾ യേശുവിനെ കാണുന്നത് ക്രൂശിൽ തന്നെയാണ്. അവൻ്റെ രക്തം കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തത്. ഈ ഒരു വലിയ ദൗത്യം ചെയ്യാൻ മനുഷ്യനായിട്ട് അവതരിച്ചപ്പോൾ ആട്ടിൻകൂട്ടത്തെ കാത്തുകൊണ്ടിരുന്ന വെളിമ്പ്രദേശത്ത് നിന്ന് ഇടയന്മാരുടെ അടുക്കൽ രാത്രി സമയത്ത് ദൈവദൂതന്മാർ വന്നിട്ട് പറയുന്നു, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആർക്കായിട്ട് ജനിച്ചു? നമുക്കായിട്ട് ദാവീദിൻ്റെ പട്ടണത്തിൽ. ഇത് സർവ്വജനത്തിനും വേണ്ടി ചെയ്ത, ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു സെക്റ്റിന് വേണ്ടി അല്ല, ഭൂമിയിലുള്ള സകല മനുഷ്യരെയും വീണ്ടെടുക്കാം. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ അവരെഴുതിയിരിക്കുന്നത് ഇങ്ങനെ, വേദപുസ്തകത്തിൽ 14-ാം വാക്യം, ലൂക്കോസിൻ്റെ 2:14, പെട്ടെന്ന് സ്വർഗീയ സൈന്യങ്ങളുടെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തുകയാണ്. എന്താണ് അവർ ചൊല്ലി പറയുന്നത്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പം ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം കൊടുക്കാനായിട്ടാണ് ദൈവം കടന്നു വന്നിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ഇത് പല വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണമായിട്ട് യെശയ്യാ 9 ഏകദേശം 1 2, 3, 6 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു പ്രകാശം കണ്ടെത്തി. നമ്മളെല്ലാവരും ഇരുട്ടിൽ നടക്കുന്നവരാണ്. ഇരുട്ടിൽ നടക്കുന്നവർക്ക് അവർ ഇരുട്ടിലാന്ന് പോലും അറിയുന്നില്ല എന്നുള്ള സത്യമാണ്. ഇരുട്ടിൽ നടക്കുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടെത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത്, നമുക്ക് ഒരു ശിശു ലഭിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവേ, സമാധാന പ്രഭു എന്ന പേർ വിളിക്കും. അവൻ്റെ ആധിപത്യത്തിനും വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. അപ്പോൾ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി യേശു ക്രിസ്തു മനുഷ്യനായിട്ട് കടന്നു വന്നു. അപ്പം 3-4 കാര്യങ്ങൾ ഇതിനകത്ത് ഓർക്കേണ്ടത്. യേശു വന്നത് പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ, നിത്യമായ മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചിട്ട് പണ്ട് ഏദൻ തോട്ടത്തിലുണ്ടായ അനുഭവത്തിലേക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ക്രിസ്തു വന്നത്. അത് സത്യത്തിൽ ആത്മാവ് നമുക്കൊരു പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ, ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ കാര്യങ്ങൾക്ക് വ്യത്യാസം വരും. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മളെല്ലാം കാണാൻ തുടങ്ങും. അപ്പം നിത്യരക്ഷ തിരിച്ചു തന്നു, നിത്യമായ മരണത്തിൽ നമ്മളെ രക്ഷിച്ചു, പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് നന്മ ചെയ്യാനുള്ള ഹൃദയം ഇട്ടു തന്നു. അല്ലെങ്കിൽ നമ്മൾ മൃഗങ്ങളെ പോലെയാകും, കടിച്ചു കീറുന്നവർ. ദി അനോയിൻറ്റഡ്, അഭിഷിക്തനായ ദൈവമാണ് ഭൂമിയിൽ ക്രിസ്തുവായിട്ട് വന്നിരിക്കുന്നത്. അപ്പം അനോയിൻറ്റഡ് മീൻസ് ദ ചോസൺ വൺ, തിരഞ്ഞെടുത്തവൻ. യേശു ക്രിസ്തുവിൻ്റെ പേര് ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ. ആ യേശു ക്രിസ്തു നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കുന്ന ദിവസമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ കാണണം. പ്രായമുള്ളവരുടെ ഹൃദയത്തിൽ ഈ ക്രിസ്തു വളർന്ന് പ്രാപ്തിയായിട്ട്, മെച്യുവറായിട്ട്, പൂർണ്ണ ശക്തിയോടെ ജീവിക്കുന്നതായിട്ട് നമ്മൾ ഈ ദിവസം ഒരു തീരുമാനമെടുത്ത് മുൻപോട്ട് പോകണം. വി വിഷ് യു എ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ ഈ ക്രിസ്തുമസിൻ്റെ സന്ദേശം സർവ്വജനത്തിനും വേണ്ടി അയച്ചതാണെന്ന് മനസ്സിലാക്കാൻ, മനുഷ്യഹൃദയങ്ങളിലെ കഠിനത മാറ്റി
സന്തോഷത്തിൻ്റെ ആത്മാവിനെ ഇട്ട് കൊടുക്കണം. വിനയത്തിൻ്റെയും ദൈവത്തെ സ്വീകരിക്കുന്ന ഒരു ഹൃദയം. ദൂതുകൾ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ക്രിസ്തുമസ് എന്താണെന്ന് ലോകം മുഴുവനും പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴും കുറച്ച് പേരുടെയെങ്കിലും ഹൃദയങ്ങൾ ഞാൻ അയക്കുന്ന വചനം ചെന്നുകൊണ്ടിട്ട് പുതിയ വിത്ത് പുതിയ നല്ല സ്ഥലത്ത് വീണ് പുതിയതായിട്ട് കിളുത്ത് ജീവവൃക്ഷം ഉണ്ടാക്കണമേ. ഒരുവൻ ക്രിസ്തുവിലായ പുതു സൃഷ്ടിയാകും. അത് ഇന്ന് ആയിക്കോട്ടെ അപ്പച്ച. അനേക കുടുംബങ്ങളിൽ മാറി നിൽക്കുന്ന അപ്പനും അമ്മമാരും മക്കളും ഒന്നിച്ച് ചേരട്ടെ. സ്നേഹം കൊടുക്കാനില്ലാത്തടത്ത് സ്നേഹം പകരാനുള്ള കൃപയൊഴുകട്ടെ. ആ ജീവ നദി ഒഴുകട്ടെ അപ്പച്ച. രക്ഷയുടെ മാർഗം തിരിച്ചു കൊടുത്ത് ദൈവവുമായിട്ട് നിത്യമായ ജീവൻ തുടങ്ങാൻ ഭൂമിയിൽ വെച്ച് തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞവൻ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന് ഞങ്ങളെ നേർവഴിക്ക് നടത്തുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.